നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ആഴ്സണലിന് കഴിഞ്ഞിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ ട്രൊസാർഡ് നേടിയ ഗോളാണ് ഗണ്ണേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ ഒരു മത്സരം അധികം കളിച്ച ആഴ്സണൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണുള്ളത്. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിതാപകരമായ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. അവസാനമായി കളിച്ച 2 മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ അപൂർവമായി കൊണ്ട് മാത്രമാണ് യുണൈറ്റഡ് ഇപ്പോൾ വിജയിക്കുന്നത്. പ്രീമിയർ ലീഗിൽ മാത്രമായി 14 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിലവിൽ 8-ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. ഇതിനൊക്കെ പുറമെ മറ്റൊരു ട്രോൾ മഴ കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇന്നലത്തെ മത്സരത്തിനിടയിൽ ഓൾഡ് ട്രഫോർഡിൽ മഴ പെയ്തിരുന്നു. അപ്പോഴാണ് സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ വ്യക്തമായത്. വലിയ രൂപത്തിൽ സ്റ്റേഡിയം ചോർന്നൊലിക്കുകയായിരുന്നു. ആരാധകർക്ക് അതിന്റെ അടുത്തൊന്നും നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു വലിയ ചോർച്ച തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഓൾഡ് ട്രഫോർഡിലെ മഹത്തായ വെള്ളച്ചാട്ടം എന്നാണ് സ്കൈ സ്പോർട്സ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. യുണൈറ്റഡിനെ പോലെ തന്നെയാണ് സ്റ്റേഡിയത്തിന്റെയും അവസ്ഥ എന്നാണ് ഒരാൾ ഇതേക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ചോർന്നൊലിക്കുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം വൈറലാണ്. യുണൈറ്റഡിന്റെ ഉടമസ്ഥരായ ഗ്ലേസേഴ്സിന് ഇക്കാര്യത്തിലും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.